ഹലോ ഗായ്സ്, ഹാപ്പി ഓണം. എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഓണത്തിന്റെ ഫോട്ടോയും സ്റ്റാറ്റസും എല്ലാവരുടെ സ്റ്റോറി ഇങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കുകയായിരുന്നു. ഓൾറെഡി ഞങ്ങൾ ഓണത്തിന് വേണ്ടി ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്കറിയാലോ ഓണം വരാൻ പോകുന്നതെന്ന്. നമ്മൾ ആ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങി ഓണത്തിന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ. ഓൾറെഡി കിച്ചണിലൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് രാവിലെ ഒന്നും കഴിക്കാണ്ട് ഇറങ്ങിയ കാരണം അടുക്കള കാലിയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഒരുങ്ങി കെട്ടി ആൾക്കാരൊക്കെ നമ്മളെ വിചിത്ര ജീവികളെ പോലെ നോക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ. എന്നിട്ട് ഞങ്ങൾ ഒരുങ്ങി കെട്ടി നടക്കാൻ തുടങ്ങി ബസ് സ്റ്റോപ്പിലേക്ക്. കൂടെ പോകുന്ന വഴി 5-6 ഫോട്ടോ എടുത്ത്, 2 പൂ, അവിടെ തലയിൽ കാണുന്ന 2 പൂവില്ലേ, അതായിരുന്നു എന്റെ മെയിൻ സാധനം. കണ്ട, അത് കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ കയ്യിലെടുത്ത് പിടിച്ചു. കാരണം അവൾക്കത് വലിയ ഭംഗി ഉണ്ടായില്ല എന്നും പറഞ്ഞ് ഞാനത് അടിച്ചു മാറ്റി ഗൈസ്. പിന്നെ എന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ എന്തായാലും വോയിസ് ഓവർ കൊടുക്കുമെന്നറിയാം, എന്നാലും ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നല്ല രസമുണ്ടായിരുന്നു. ഫുൾ അറ്റ്മോസ്ഫിയറും ആ ഡ്രസ്സും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ ഫോട്ടോസ് എടുത്ത് ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ്സും കാത്ത് നിൽക്കണം. ബസ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ എന്തോ സ്ട്രൈക്ക്, എന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷെ ജനക്കൂട്ടം കണ്ടപ്പോൾ എല്ലാവരും പോലെ ഞങ്ങൾ നോക്കിയിരുന്നു. ആ ജനക്കൂട്ടവും അവിടെ നിൽക്കുന്ന ആൾക്കാർ മൊത്തം ഞങ്ങളെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. കാരണം ഈ തണുപ്പത്ത് സ്ലീവ്ലെസ് ഇട്ടിട്ട് ജാക്കറ്റ് പോലും ഇടാത്ത ഒരാള്. കാരണം എല്ലാവരും അത്യാവശ്യം ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവിടെ നടക്കുന്നത്. എന്റെ അഹങ്കാരമായിരുന്നു ഡ്രസ്സ് ചീത്തയാവും, ഡ്രസ്സിന്റെ ഭംഗി പോകുമെന്ന് പറഞ്ഞ് ജാക്കറ്റ് ഇടാണ്ട് ഇറങ്ങിയത്. കുറച്ച് കഴിഞ്ഞപ്പോ ആ അഹങ്കാരം മാറി ഗൈസ്. ഈ പട്ടിയെ കണ്ടോ, ഈ പട്ടി ഒറിജിനലാന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തി പിന്നാലെ പോയതാ, പക്ഷെ അത് ഒറിജിനൽ അല്ലായിരുന്നു. പിന്നെ അതിന്റെ ഇടയിൽ നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. എസ്തെറ്റിക് വൈബ് എന്നും പറഞ്ഞുകൊണ്ട് കുറെ കാണിച്ചു കൂട്ടി. അത് കഴിഞ്ഞ് നമ്മൾ ലൊക്കേഷൻ അറിയാണ്ട് കിടന്നിരിക്കുന്നത്. ഞങ്ങൾ ഇന്ത്യൻ സ്റ്റോർ അന്വേഷിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കുറച്ച് ഇന്ത്യൻ ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ടെമ്പറേച്ചർ നോക്കി, 17 ഡിഗ്രി. കുഴപ്പമില്ല, സമ്മറാണ് റെന്നില്. മോർണിംഗ് ഒക്കെ 5 ഡിഗ്രി വരെ തണുപ്പാണ്. തണുത്ത് മനുഷ്യൻ വടിയായി പോവും. അടുത്ത അടുത്ത ആഴ്ച സമ്മർ തീരുമ്പോ -ഒക്കെയാണെന്നാണ് കേട്ടത്. എന്ത് ചെയ്യോ എന്തോ. ജാക്കറ്റ് പുതിയത് വാങ്ങാനും കൂടി വേണ്ടിയിട്ടാണ് വന്നത്, ബട്ട് ജാക്കറ്റ് വാങ്ങില്ല. ഞങ്ങൾ എപ്പോൾ ഇറങ്ങിയാലും ജാക്കറ്റും കൂടെ വാങ്ങാൻ മറന്നു. എന്നിട്ട് ലാസ്റ്റ് മഴയിൽ നിന്ന് തണുത്ത് കുറച്ച് ചാവുകയും ചെയ്യും. വീണ്ടും ടെമ്പറേച്ചർ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് അവൾ ടെമ്പറേച്ചർ കാണിച്ചു തരുന്നുണ്ട്. അവളുടെ ജാക്കറ്റ് ചത്താലും തരില്ല എന്നുള്ള അഹങ്കാരം കാണിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ ഏറ്റവും അവസാനം ആ ജാക്കറ്റ് ഞാൻ വാങ്ങി, അത് വേറൊരു കാര്യം. നടന്ന് ഊപ്പാടിളകി. പിന്നെ നമ്മൾ ഇന്ത്യൻ സ്റ്റോർ തപ്പി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കാനായിട്ട് തപ്പി കണ്ടുപിടിക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരുന്നപ്പോ ഒരു ചേട്ടൻ പാട്ട് പാടുന്നു. ഞാൻ ഇതൊക്കെ ഓടി കൊടുക്കാട്ടോ. വളരെ നല്ല രസമുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഫ്രണ്ട്സാണ് നമ്മുടെ കോളേജിലുള്ളത്. അപ്പൊ അവരും നമ്മളെ ഇന്ത്യൻ സ്റ്റോർ തപ്പി കണ്ടുപിടിക്കുന്നതിന്റെ ഇടയിൽ കണ്ടുപിടിച്ചു. അവരാദ്യം കണ്ടുപിടിച്ചു. അവർ ഇന്ത്യൻ സ്റ്റോറിലേക്കായിരുന്നു. അവിടെ ചക്കപ്പഴം കഴിച്ചു. എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനം. വീട്ടില് ചക്ക സീസണായി ചക്ക ചക്ക ചക്ക, അതുകൊണ്ട് ചക്കപ്പഴം. പക്ഷെ അവർക്ക് കണ്ടപ്പോ ചക്കപ്പഴം. കാരണം ഇവിടെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ, വാങ്ങില്ലെങ്കിലും. പിന്നെ അരിയൊക്കെ നോക്കി, ഇവിടെ വൻ ഉടായിപ്പായിട്ട് തോന്നി. കാരണം എന്ന് വെച്ചാല് മാഗിക്കൊക്കെ എക്സ്പയറി ഡേറ്റിന് മുകളിൽ വേറൊരു സ്റ്റിക്കർ ഒട്ടിച്ച് വേറെ എക്സ്പയറി ഡേറ്റ് ഒക്കെ എഴുതി വെച്ചേക്കുന്നു. ഇവിടുന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളൊക്കെ എക്സ്പയറി ഡേറ്റ് എന്തോ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ, അതായത് കഴിഞ്ഞ ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് കടല, പയറ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, പരിപ്പ്, അങ്ങനെ എന്തൊക്കെയോ വാങ്ങി ഇറങ്ങി ഞങ്ങള്. തിരിച്ചിനി ലിഡിലേക്ക് പോകണം. ലിഡിലേക്ക് ലൊക്കേഷൻ ഇട്ടപ്പോൾ വേറെ പുതിയ ലിഡിൽ ഞങ്ങൾ കണ്ടുപിടിച്ചു ഗൈസ്. മേലിലുള്ള ലിഡില്. ഞങ്ങൾ സാധാരണ റിപ്പബ്ലിക്കിലുള്ള പോവാറ്. അവിടെ നിന്ന് ഇവിടം വരെ നടന്നു ഗൈസ്. അതിന്റെ ഇടയിൽ ഒരുത്തിക്ക് തല കറങ്ങി ഇതേ പോകുന്നു. അവൾക്ക് പറ്റണത് ശീലമൊന്നുമില്ല. എനിക്ക് ശീലമുള്ളതുകൊണ്ട് എനിക്കൊന്നും തോന്നിയില്ല. അതുകൊണ്ട് പക്ഷെ അവക്ക് പറ്റുന്നുണ്ടായില്ല. എന്നിട്ട് നമ്മൾ ലിഡിലേക്ക് കയറിയിട്ട് അവക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങാന്നൊക്കെ വിചാരിച്ച് ലിഡിലേക്ക് കയറി. പക്ഷെ ഈ മറ്റേ ലിഡില് കുഞ്ഞതായിരുന്നു. ഈ ലിഡിൽ അത്യാവശ്യം പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഓണത്തിന് വേണ്ടി കുറച്ച് ക്യാരറ്റ്, ക്യാബേജ് ആണെന്നും പറഞ്ഞുകൊണ്ട് ലെറ്റ്യൂസ് ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്തോണ്ട് വന്നായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഈ സാധനം വായ വെക്കാൻ കൊള്ളില്ല. ഇവിടെ എങ്ങനെ കുടിച്ചെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ സോഡയ്ക്കകത്ത് എന്താ നാരങ്ങ എന്തോ മസാലയൊക്കെ കലക്കിയ പോലത്തെ ഒരു വെള്ളം. എനിക്കിഷ്ടായില്ല, അവർക്ക് ഇഷ്ടായി. എന്നിട്ട് നമ്മളവിടെ പിസ്സ ഹട്ടിൽ കയറി. 11 യൂറോ കൊടുത്ത് പിസ്സ വാങ്ങിച്ചു. 1100 രൂപയുണ്ട്. അതിന്റെ അഹങ്കാരം ഞങ്ങൾക്ക് രണ്ടുപേർക്കുണ്ട്. കൂടെ പാസ്തയും വാങ്ങിച്ചു. ഏകദേശം ഒരു 2000 രൂപയുടെ അടുത്തുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത്. അതിന്റെ അഹങ്കാരം മൂത്തിട്ട് അവള് കഴിക്കുന്നുണ്ട്. പാസ്ത അല്ലായിരുന്നു. പിസ്സ നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ചിക്കൻ ബാർബിക്യൂ പിസ്സ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ചിക്കൻ ഉണ്ടായില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടം. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ബസ്സിൽ കയറി തിരിച്ച്, കാരണം ലിഡിലിൽ നിന്ന് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങി. നമ്മൾ വാങ്ങാൻ മറന്നത് ജാക്കറ്റും കുടയും മാത്രമേ ഉള്ളൂ. മറന്നതല്ല, നമ്മൾ അവിടെ തപ്പിയിട്ടുണ്ടായില്ല. അങ്ങനെ തിരിച്ച് നമ്മൾ ബസ്സിൽ കയറി. പിന്നെ അവിടെ ഇവിടെയൊക്കെ വീഡിയോ എടുക്കുന്നത്
ഇച്ചിരി സീന. എന്നാലും നമ്മൾ അത്യാവശ്യം വേണ്ടതൊക്കെ കവർ ചെയ്ത് വീഡിയോ എടുത്ത് അവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒരു വ്യൂ. പക്ഷെ സൂര്യൻ ഇങ്ങനെ അടിക്കുന്നതുകൊണ്ട് കാണിക്കാൻ പറ്റണ്ടായില്ല. അവൾ അത് കാണിക്കുന്നു പറഞ്ഞോണ്ടിരിക്കുന്നു. അങ്ങനെ വീട്ടിലെത്തി ഡ്രസ് മാറി ഗൈസ്. ഇനി കിടന്ന് ഉറങ്ങണം. ഇനി പിറ്റേ ദിവസം ഓണപ്പരിപാടി ഞാൻ രണ്ടും കൂടെ ഒരു വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചു. കാരണം എന്തൊരു സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ട്, കാരണം ഓണത്തിന് വേറെ നമ്മൾ എവിടേക്കും പോയൊന്നുമില്ല. ഓണത്തിന് ജസ്റ്റ് കുളിച്ച് രാവിലെ ആയപ്പോ കുളിച്ച്, രാവിലെ ആയപ്പോഴല്ല, സദ്യയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ കുളിച്ചതുകൊണ്ട് ഉച്ചയായപ്പോ കുളിച്ച്, അത് കഴിഞ്ഞ് ചോറ്, സാമ്പാറ്, മാങ്ങ ഉണക്കി അച്ചാറ്, പിന്നെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പിന്നെ കോളിഫ്ലവർ ഇട്ട കറി, പിന്നെ മീനച്ചാറ്, ചെമ്മീനച്ചാറ്, ചമ്മന്തിപ്പൊടി, അങ്ങനെ എന്താ കണ്ടൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമുണ്ടായില്ല. പിന്നെ നാട്ടിലെ ഫുഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഓഫ് കോഴ്സ് ഉണ്ടാവുമല്ലോ. ഞാൻ ആദ്യമായിട്ട് ഓണത്തിന് നോൺ കഴിക്കണേ. അങ്ങനെ സദ്യ കൊണ്ട് കിടന്നുറങ്ങി ഗൈസ്. അതായിരുന്നു ഞങ്ങളുടെ ഓണപരിപാടികൾ. ബൈ ബൈ.